പാലക്കാട് കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്ന് അരുൺ ആലത്തൂർ കൂടി ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, മറ്റൊരു പ്രശസ്തമായ ക്ഷേത്രം, അവിടെ ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നുണ്ടാവും, അത് ഉറപ്പാണ് അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അതിരാവിലെ മുതൽ തന്നെ ഭക്തരുടെ വലിയ തിരക്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത്. കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ ഈ ഒരു ശിവരാത്രി ദിനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ഈ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന, അതിരാവിലെ മുതൽ തന്നെ പ്രാർത്ഥനാ നിർഭരമായി കഴിയുന്ന ഒരു ദിനം. ആ ദിനത്തിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കൽപ്പാത്തിയിലും വലിയ തിരക്ക് തന്നെയാണ്. കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം കാശിയിൽ പാതി കൽപ്പാത്തി എന്നുള്ളതാണ് ചൊല്ല്. അതായത് കാശിയിൽ പോകുന്നതിന് സമാനമായ പുണ്യം കൽപ്പാത്തിയിലെത്തി ഇവിടെയുള്ള ഭഗവാന്റെ ലിംഗത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം. ഏതായാലും ഈ ഒരു ശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും മറ്റുമൊക്കെ കൽപ്പാത്തിയിലെ ക്ഷേത്രത്തിലുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വൈകിട്ടൊരു 7:30 മുതൽ 4 യാമ പൂജകൾ കൽപ്പാത്തിയിലുണ്ട്. ഈ 4 യാമ പൂജകൾ കഴിയുമ്പോഴേക്കും, അതായത് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് തുടങ്ങുന്ന പൂജകൾ നാളെ രാവിലെയാണ് അവസാനിപ്പിക്കുക. അത്തരത്തിൽ രാത്രി മുഴുവൻ വിവിധ പൂജകളും മറ്റുമൊക്കെ, വിശേഷാൽ പൂജകളും മറ്റുമൊക്കെ കൽപ്പാത്തിയിലെ ഈ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ക്ഷേത്രത്തിലെ പ്രത്യേകത. ഏതായാലും വിശ്വാസികളൊക്കെ വളരെ പ്രാർത്ഥനാ നിർഭരമായി തന്നെ ഈ ദിവസം അവർ ഭഗവാനെ സ്തുതിക്കുന്ന കാഴ്ചകൾ, ഭഗവാനെ പ്രാർത്ഥിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ശിവരാത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ ആ പാലാഴി മദന സമയത്ത് പുറത്തേക്ക് വന്ന ആ കാളകൂട വിഷം, ആ വിഷം ലോകത്ത് ഒരിടത്തും വീണ് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഭഗവാന്റെ കണ്ടത്തിൽ അത് അദ്ദേഹം ഉൾക്കൊണ്ടു എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ആ ദിവസത്തിൻ്റെ ഒരു സ്മരണ എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഇതിലൂടെ പറഞ്ഞു വെക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലെ ദുഷിപ്പുകൾ, അഹങ്കാരം, മറ്റ് ചിന്തകൾ, ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ദിവസം എന്നുള്ളതും ഈ ശിവരാത്രി ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. ശിവരാത്രി ദിവസത്തിലെ പ്രാർത്ഥനകളിലൂടെ ഇത്തരം അഹങ്കാരവും മറ്റ് ചിന്തകളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വിശ്വാസം. ഏതായാലും ഇവിടെ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ, കൽപ്പാത്തിയിലെ ഈ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള പൂജകളും മറ്റു കാര്യങ്ങളും? എല്ലാ ശിവക്ഷേത്രത്തിലും ഉള്ള പോലുള്ള പൂജകളുണ്ട്. പക്ഷേ കൽപ്പാത്തി എന്ന് പറയുന്നത് കാശിയിൽ പാതി എന്നുള്ള ഒരു വിശേഷണത്തിന് ഉള്ളതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ കാലത്ത് 5 മണി മുതൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നും ഈ സമയത്തുമുള്ള തിരക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രാവിലത്തെ സമയങ്ങളിൽ വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഒരു 8:30 മണിയോടുകൂടി തുടങ്ങും. രാവിലത്തെ പ്രാതകാര്യങ്ങൾ കഴിഞ്ഞതും തുടങ്ങും. വൈകുന്നേരം ഒരു 7:30 മണി 8 മണിയോടുകൂടി രാത്രി അഭിഷേകങ്ങൾ, 4 യാമങ്ങളിലുള്ള അഭിഷേകം പുലർച്ചെ 6 മണി വരെ. ഇന്നാരും ഇവിടെ ഉറക്കമൊഴിക്കില്ല. ശിവഭക്തന്മാർ മുഴുവനും ഈ ശിവൻകോവിൽ ഇതേപോലുള്ള തിരക്ക് വൈകുന്നേര സമയങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പൊതുവെ കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ്. അപ്പം മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്ന് ഇവിടെയൊക്കെ ഒരു എഴുന്നള്ളത്ത് പോലെയൊക്കെ വരുന്ന അത്തരം ചടങ്ങുകൾ എന്തൊക്കെയുണ്ട്? ഉണ്ട്. അതാണ് കൽപ്പാത്തിയിലെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ കൽപ്പാത്തി പുഴ, ആ സങ്കല്പത്തിൽ അകത്തേത്തറയിൽ നിന്നുള്ള ഏമൂർ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തുള്ള ആ ശിവക്ഷേത്രത്തിൽ നിന്നും കാലങ്ങളായി ഈ ശിവരാത്രി ദിവസം ഏകദേശം ഒരു 8:30-9 മണിയോടൊപ്പം ആറാട്ടിനായിട്ട് ശിവൻ ഈ പുഴയുടെ അക്കരയിലേക്ക് വരികയും ആറാടി കഴിഞ്ഞ് ഇവിടുത്തെ പൂജകൾ കഴിഞ്ഞ് അവർ തിരിച്ചുപോയി ആ ക്ഷേത്രത്തിലെ ആനയൂട്ട് പോലുള്ള വിശേഷ പരിപാടികൾ നടത്താറുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് കൂടിയിട്ടാണ് ശിവഭക്തന്മാർ ഈ ക്ഷേത്രത്തിൽ നിൽക്കുന്നത്. തൊഴുത് കഴിഞ്ഞിട്ടും വെയിറ്റ് ചെയ്യുന്നത്, കാത്തിരിക്കുന്നത് അതുകൂടി കാണാൻ വേണ്ടിയിട്ടാണ്. ശിവരാത്രി നമുക്കറിയാം, കൽപ്പാത്തി രഥോത്സവ സമയത്ത് ഈ 4 വേദങ്ങളും പാരായണം ചെയ്യുന്ന ക്ഷേത്രത്തിലെ ഓരോ ക്ഷേത്രങ്ങളുണ്ട്. അതേപോലെ തന്നെ ശിവരാത്രി ദിനത്തിനും ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ പൂജകൾക്ക് മറ്റും. അതെ, ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്നുള്ള നിലയ്ക്ക് ശിവരാത്രി എന്നുള്ളത് ആ ഒരു ദിവസം മുഴുവനും ശിവന് വേണ്ടി മാറ്റിവെക്കുകയാണ് ഭക്തന്മാർ ചെയ്യുന്നത്. ശിവൻ്റെ സായുജ്യം അടയുക എന്നുള്ളതാണ് ഈ ശിവരാത്രി കൊണ്ട് ജനങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ്. ഏതായാലും വിവിധ
പൂജകൾ മറ്റുമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽപ്പാത്തിയിൽ ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിലെ വിവിധ ശിവക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ രാവിലെ മുതൽ തന്നെ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ പോലെ തന്നെ പാലക്കാട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം എന്നുള്ളത് അട്ടപ്പാടിയിലെ മല്ലീശ്വരമുടിയാണ്. അവിടെ മല്ലീശ്വരമുടിയിൽ ഇന്ന് വൈകുന്നേരം മലയിൽ ദീപം തെളിയിക്കുന്നത് അവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ്. ശിവരാത്രി ദിവസത്തിൽ അവിടെ ദീപം തെളിയിക്കുന്നത്, അതായത് നമ്മൾ ശബരിമലയിലേക്ക് മാലയിടുന്നത് പോലെ അവിടെയുള്ള വനവാസി ജനങ്ങൾ മാലയിടുകയും വ്രതമനുഷ്ഠിക്കുകയും തുടർന്ന് അവർ അവിടെ ഉള്ള ശിവൻ്റെ ജട പോലെയുള്ള ഒരു മലയാണ് മല്ലീശ്വരമുടി. ആ മല്ലീശ്വരമുടിയുടെ മുകളിലേക്ക് അവർ കയറി ചെന്ന് അവിടെ ഒരു ശിവലിംഗമുണ്ട്. ആ ശിവലിംഗത്തിൽ അഭിഷേകം നടത്തി വൈകുന്നേരം ഒരു 6:30-7 മണിയോടുകൂടെ തന്നെ ആ മലയിൽ ദീപം തെളിയിക്കും. അത് അവിടുത്തെ ഒരു പ്രധാന ഉത്സവമാണ്, പ്രധാന ചടങ്ങാണ് വനവാസി ജനങ്ങൾക്കിടയിൽ. അവിടെയും ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ അപൂർവപൂർവമായ ഒരു തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. കൂടാതെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ശിവക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഭക്തർ പ്രാർത്ഥനാ നിർഭരമായിട്ട് തന്നെ ഈ ശിവരാത്രി ദിവസത്തിൽ അതിരാവിലെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കാണാൻ പാലക്കാട് കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അരുൺ ആലത്തൂരാണ് വിശദമായി ആ കാര്യങ്ങളൊക്കെയും പറഞ്ഞത്.